ലഹരി വ്യാപനത്തിനെതിരെയുള്ള ബോധവൽക്കരണ പ്രചരണ രംഗത്ത് തലശ്ശേരിയിലെ മാധ്യമ കൂട്ടായ്മയും കൈകോർക്കുന്നു. ഇതു സംബന്ധിച്ച് പ്രസ് ഫോറത്തിൽ സംഘടിപ്പിച്ച ആലോചനാ യോഗത്തിൽ പ്രമുഖ വ്യക്തികളും വിവിധ തൊഴിലാളി സാമൂഹ്യ സാംസ്കാരിക സംഘടനാ നേതാക്കളും പങ്കെടുത്തു. ലഹരി വിപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അണിചേരാൻ മാധ്യമ കൂട്ടായ്മയായ പ്രസ് ഫോറവും പ്രസ് ഫോറത്തിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറിയും ഒരുങ്ങി. ഇതു സംബന്ധിച്ച് പ്രസ് ഫോറത്തിൽ സംഘടിപ്പിച്ച ആലോചനാ യോഗത്തിൽ പ്രമുഖ വ്യക്തികളും വിവിധ തൊഴിലാളി സാമൂഹ്യ സാംസ്കാരിക സംഘടനാ നേതാക്കളും പങ്കെടുത്തു. ഓട്ടോ മേഖലയിലെയും മത്സ്യമേഖലയിലെയും തൊഴിലാളികളെ ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ പ്രാപ്തരാക്കുന്നതിനായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകൾ നൽകാനും നഗരത്തിലെ കണ്ണായ സ്ഥലങ്ങളിൽ ലഹരിക്കെതിരെയുള്ള സന്ദേശ പ്രചരണ സ്റ്റിക്കറുകൾ പതിക്കാനും ലഹരി ഉപയോഗ കൈമാറ്റ വിവരങ്ങളും സൂചനകളും പോലീസിനെയും എക്സൈസിനെയും അറിയിക്കാനുള്ള പ്രത്യേക ഫോൺ നമ്പറുകൾ പ്രദർശിപ്പിക്കാനുമാണ് യോഗത്തിൽ തീരുമാനമായത്. ഈ നഗരത്തിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, മത്സ്യത്തൊഴിലാളികൾ, ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് നഗരത്തിൽ എപ്പോഴും സജീവമായിട്ടുണ്ടാകുന്ന ഒരു വിഭാഗം. പിന്നെ മത്സ്യത്തൊഴിലാളികൾ, ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 30 പേരെ തിരഞ്ഞെടുക്കുക. ഇതിൽ അതിന് ട്രേഡ് യൂണിയൻ്റെ സംയുക്ത ട്രേഡ് യൂണിയൻ്റെ ചെയർമാനും കൺവീനറും വന്നിട്ട് ഒരു 30 പേരെ തിരഞ്ഞെടുക്കുക. ഈ മൊത്തം മേഖലയിൽ ഈ 30 പേരെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കും. എങ്ങനെ ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെന്ത് ചെയ്യും? ഇപ്പോൾ ഇവർ ഈ നാടിൻ്റെ മുക്കിലും മൂലയിലും പോകുന്നുണ്ട്, പലതും ഇവർ കാണും. അപ്പോൾ അവർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ ഇതെങ്ങനെ അതിലൂടെ അറിയിക്കാം, അതിനൊരു മൂവ്മെൻറ്റ്. പിന്നെ അതോടൊപ്പം തന്നെ അവർക്ക് ഈ ലഹരിയെക്കുറിച്ച് അവർക്കൊരു അവബോധം ഉണ്ടായിരിക്കും. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ, പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറി സെക്രട്ടറി P ദിനേശൻ, പ്രസ് ഫോറം സെക്രട്ടറി അനീഷ് പാതിരിയാട് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ആലോചനാ യോഗം ചേർന്നത്. നിർഭയ കോർഡിനേറ്ററും പ്രമുഖ സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ VV ജിൻസി, പോലീസ് ഇൻസ്പെക്ടർ PA ബിനുമോഹൻ, എക്സൈസ് ഇൻസ്പെക്ടർ K സുബിൻരാജ്, റിട്ടയർഡ് എക്സൈസ് കമ്മീഷണർ PK സുരേഷ്, വിവിധ സംഘടനാ നേതാക്കളായ TP ശ്രീധരൻ, P ജനാർദ്ദനൻ, പാലക്കിൽ സാഹിർ, മേജർ P ഗോവിന്ദൻ, പ്രദീപ് പ്രതിഭ, VV വേണുനാഥ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി. നമ്മുടെ പകൽ കാണുന്ന ടൗൺ അല്ല രാത്രിയിലെ ടൗൺ. പലപ്പോഴും ഇപ്പം നൈറ്റ് ലൈഫ് നമ്മുടെ തലശ്ശേരിയിലൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുന്നേയൊക്കെ നമ്മൾ 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ 11 മണിക്ക് ശേഷം ആളുകളെ കാണാത്തൊരു സിറ്റുവേഷൻ നമ്മുടെ ടൗണിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് നോക്കിയാൽ പകലുള്ളതിനേക്കാൾ കൂടുതൽ ചെറുപ്പക്കാരെ കാണുന്നത് രാത്രിയാണ്. പ്രത്യേകിച്ച് ടൗണിൽ നമ്മളെ പഴയ ബസ് സ്റ്റാൻഡിൽ BMB സ്കൂളിൻ്റെ ഭാഗത്തൊക്കെ ആളുള്ള ന്യൂസ് സെൻറ്റേഴ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ആളുകളാണ് കൂടുതലും വരുന്നത്. നമ്മൾ തലശ്ശേരി പ്രദേശത്തുകാരല്ല, കോഴിക്കോടുള്ളവർ, നാദാപുരമുള്ളവർ, മാട്ടൂരിലുള്ളവർ, പയ്യന്നൂരുള്ളവരൊക്കെയാണ് ഇവിടെ വന്നിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വരുന്ന അവസരത്തിൽ അവർ ഏത് ആവശ്യത്തിന് വരുന്നു, അവർ നല്ല കാര്യത്തിന് വരുന്നു പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതുപോലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വിൽപ്പനയ്ക്കോ മറ്റോ ആണോ വരുന്നത് എന്നുള്ളത് പലപ്പോഴും പോലീസ് കാണാൻ സാധിക്കില്ല. കാരണം രാത്രി നോക്കുന്ന ഒരു പോലീസ് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവരൊന്നും പോലീസ് ശ്രദ്ധപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ടീം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നേരിട്ട് ഇടപെടുന്നില്ല, നമുക്കത് പോലീസിനെ അറിയിക്കുക അല്ലെങ്കിൽ എക്സൈസിനെ അറിയിക്കുക ചെയ്താൽ നടപടികൾ എടുക്കാം. ഇവർ രണ്ടുപേർക്കും തലശ്ശേരി മേഖലയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആൾക്കാരാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികളായാലും മത്സ്യത്തൊഴിലാളികളായാലും തലശ്ശേരി മേഖലയിലെ എല്ലാ സ്പന്ദനങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ഇവരെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മൂവ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത് എന്നറിയാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഈ പരിപാടി എന്തായാലും പൂർണ്ണമായും വിജയിക്കുമെന്ന് വിനോദ് സാറ് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പൂർണ്ണ വിജയമായിരിക്കും. പരീക്ഷണാടിസ്ഥാനത്തിലാണെങ്കിലും പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് അതിൽ ഇൻഫർമേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി എന്തായാലും വെളിവാകും. ആ പ്രവണതയ്ക്ക് പകരം ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഒരു പ്രത്യേക നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിലേക്ക് ലൊക്കേഷനും അതോടൊപ്പം ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് അനുയോജ്യമായിട്ടുള്ള ഒരു മെത്തേഡാണ്. വളരെ ടെക്നിക്കലായിട്ടുള്ള ചെറിയ മിസ്റ്റേക്ക് പോലും കോടതി എത്തിക്കഴിഞ്ഞാൽ കേസ് വിട്ടുപോകുന്ന അവസ്ഥയിലാവും. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും നേരത്തെ അനുഭവം പലപ്പോഴും കണ്ടാലും കണ്ടിലും നടിച്ചിട്ട് വരുന്നൊരു അനുഭവം പലപ്പോഴും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. കാരണം ചെറിയൊരു ടെക്നിക്കലായ ഒരു വിഷയത്തിൽ പിന്നെ കേസ് വിട്ടു. അതിന് മാത്രമല്ല ഈ കേസ് കോടതിയിലേക്ക് വരുന്നു, കോടതിയിൽ നിന്ന് പലതവണ ഇതിന് മൊഴി കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അതൊരു പ്രയാസമായിട്ട് ഓഫീസർമാർക്ക് തോന്നുന്നു, സ്വാഭാവികമാണ്. ഡ്രഗ്സ് വരുന്ന ഒരുപാട് കേസസ് കിട്ടാറുണ്ട്. അപ്പം അത് എങ്ങനെയാണ് ആളുകൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും ഒരു ആളത് ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരാദ്യം എങ്ങോട്ട് പോലീസിലെത്തിക്കണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ധാരണയില്ല. അതെ, അപ്പം അത് ഒരു പൊതുധാരണ ഉണ്ടായാൽ തന്നെ ഏറെക്കുറെ നമുക്കത് സോൾവ് ചെയ്യാൻ ഉള്ള ഒരു 50% വഴി തുറന്നു കിട്ടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. യോഗത്തിൽ പ്രസ് ഫോറം പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറി കമ്മിറ്റിയുടെ മറ്റ് ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്തു.